ഒരു രാജ്യത്തിൻ്റെ GDP-യുടെ ഇരട്ടി തുക പ്രതിഫലം കിട്ടുക, ആ ഭാഗ്യവാൻ ആരാണെന്നുള്ള ചോദ്യം ഉണ്ടാകും. മറ്റാരുമല്ല, നമ്മുടെ ഇലോൺ മസ്ക് ആണ്. ഇലോൺ മസ്കിന് ഇനി എന്തിനാണ് പ്രതിഫലം? സ്വന്തമായിട്ട് ഇത്രയേറെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത്രയും വമ്പൻ ബിസിനസ്സുകാരനാണ്, ശതകോടീശ്വരനാണ്, പിന്നെ എന്തിനാണ് ശമ്പളം എന്നുള്ള ചോദ്യവും സ്വാഭാവികമായിട്ടും ഉയരാം. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നത്, പ്രതിഫല തുക വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഉണ്ടായിരുന്ന പ്രതിഫലത്തിൻ്റെ 500 ഇരട്ടിയാണ്. 500 ഇരട്ടി അത്രയും വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുന്നിലുള്ളത് എന്തായാലും വമ്പൻ ടാസ്കുകളായിരിക്കും എന്നുള്ളതും നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ വെറുതെ അങ്ങ് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ള ടാസ്ക് എന്നുള്ളത്. എങ്ങനെയാണ് ഈ ഒരു പ്രതിഫല തുകയിലേക്ക് ഇരട്ടിപ്പിക്കുന്നതിലേക്ക് അദ്ദേഹം വന്നത് എന്നുള്ളത്. നിർമ്മിത ബുദ്ധി, അതായത് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് എന്നീ മേഖലകളിലൊക്കെ മുന്നേറണമെങ്കിൽ ടെസ്ല മേധാവിയായിട്ടുള്ള ഇലോൺ മസ്ക് തന്നെ ആ സ്ഥാനത്ത് ഇരിക്കണമെന്നുള്ളതാണ് ഓഹരി ഉടമകളുടെ ഒരു ആവശ്യമുണ്ടായിരുന്നത്. അതല്ലെങ്കിൽ ഇതൊക്കെ താഴേക്ക് പോകുമെന്നുള്ള ഒരു ആശങ്ക അവർക്കുണ്ട്. അപ്പോൾ ആ ഒരു ആശങ്കയ്ക്ക് ഇലോൺ മസ്ക് ഇട്ട തുകയാണ്, അതായത് വിലയാണ് $1 ട്രില്യൺ. ഈ $1 ട്രില്യൺ എന്ന് പറയുമ്പോൾ 88,63,375 കോടി രൂപ. അപ്പോൾ ഈ പ്രതിഫലം പാക്കേജായിട്ട് തനിക്ക് നൽകണമെന്നാണ് ഓഹരി ഉടമകളോടൊക്കെ പറഞ്ഞത്. ഞാനിരിക്കാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഞാൻ പറയുന്ന ഫണ്ട് എനിക്ക് കയ്യിൽ കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ ശരിവെച്ചു. കാരണം അദ്ദേഹത്തെ പോലെ അദ്ദേഹം മാത്രമേ ഉള്ളൂ. ചിലരുടെ തലയിലൂടെ പോകുന്ന ബുദ്ധി എന്ന് പറയുന്നത് അമ്മാതിരിയായിരിക്കും. അപ്പോൾ മസ്കിന് ഈ കാര്യങ്ങൾ പ്രാബല്യത്തിൽ വരുത്താനുള്ള കെൽപ്പുണ്ട് എന്നുള്ളത് ഓഹരി ഉടമകൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് 500 ഇരട്ടിയാണ് ഈ തുക എന്നുള്ളത്. പക്ഷെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ചില അത്ഭുതങ്ങളൊക്കെ ഈ പറയുന്ന മസ്കും കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതായത് സ്വയം ഓടുന്ന വാഹനങ്ങളൊക്കെ പുറത്തിറക്കി അമേരിക്കയിലൊട്ടാകെ സ്വയം ഓടുന്ന വാഹനങ്ങൾ പുറത്തിറക്കണം. എന്നിട്ട് അത് അമേരിക്കയിൽ ഒട്ടാകെ ഇറക്കണം. അതായത് ഡ്രൈവർ ഇല്ല ടാക്സി നെറ്റ്വർക്ക് സ്ഥാപിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. രണ്ടാമത് ഹ്യൂമനോയിഡ് ആയിട്ടുള്ള റോബോട്ട്സുകളെയൊക്കെ വിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ മസ്കിൻ്റെ സ്വപ്നങ്ങൾക്കൊക്കെ കമ്പനി അംഗീകാരവും നൽകി. അപ്പോൾ ഞാനിതൊക്കെ ചെയ്തു തരാം, പക്ഷേ എനിക്ക് ഈ പറയുന്ന ഫണ്ട് കിട്ടണമെന്ന് പറയുന്നു. നമ്മുടെ പ്രോജക്റ്റ് സക്സസ് വിജയമാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണെങ്കിൽ ഏതൊരു കമ്പനിയും നമുക്ക് അത് ശരിവെച്ച് തരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടെസ്ലയുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു പുതിയ അധ്യായമൊന്നും അല്ല ആരംഭിക്കാൻ പോകുന്നത്, മറിച്ച് എന്താണ്, പുതിയൊരു പുസ്തകം തന്നെ നമ്മൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് മസ്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. മസ്ക് ഈ ഒരു വാർഷിക മീറ്റിങ്ങിലേക്ക് വരുന്ന ഒരു സീനുണ്ട്. അതെങ്ങനെയാണെന്നറിയാമോ? നൃത്തം വയ്ക്കുന്ന റോബോട്ടുകൾക്കൊപ്പമാണ് ടെക്സസിൽ ടെസ്ലയുടെ വാർഷിക മീറ്റിംഗ് നടക്കുന്ന വേദിയിലേക്ക് മസ്ക് വരുന്നത്. അവിടെ വെച്ചാണ് പറയുന്നത് പുതിയൊരു പുസ്തകം തന്നെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ സൃഷ്ടിക്കാൻ പോകുന്നത്. നമുക്ക് പുതിയൊരു അധ്യായമൊക്കെ മാറ്റാം, എന്തിന് അധ്യായമാക്കണം, നമുക്കൊരു പുസ്തകം തന്നെ സൃഷ്ടിക്കാമെന്ന് പറയും. അത് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആണ് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ നിലനിർത്തേണ്ടത് ഈ കമ്പനിയുടെ ഒരു ആവശ്യം കൂടിയാണ്. കാരണം മറ്റു പല കാര്യങ്ങളിലേക്കുമൊക്കെ അദ്ദേഹത്തിന് താല്പര്യം വരുന്നുണ്ട്. അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഉൾപ്പെടെ അദ്ദേഹത്തിന് താല്പര്യം വരുമ്പോൾ ശ്രദ്ധ പോകും. ഈ ശ്രദ്ധ പോകുമ്പോൾ കമ്പനി ഡൗൺ ആയി തുടങ്ങും. അത് നമ്മൾ ട്രംപുമായിട്ടുള്ള കൂട്ടുകെട്ടിനിടയ്ക്കൊക്കെ നമ്മൾ കാണുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ ടെസ്ലയിൽ ഏകദേശം 15% ഷെയർ മസ്കിനുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ തീരുമാനം ഏകപക്ഷീയമായിരുന്നില്ല. ഈ ഒരു കാര്യത്തെ എതിർത്ത കമ്പനികളുണ്ട്. അവരുടെ നോർവേയിലെ സോവറിൻ വെൽത്ത് ഫണ്ട് എന്ന് പറയുന്ന കമ്പനിയും പ്രോക്സി കമ്പനികളായിട്ടുള്ള ഗ്ലാസ് ലൂയിസും ഇൻസ്റ്റിറ്റ്യൂഷൻ ഷെയർ ഹോൾഡർ സർവീസസും ഒക്കെ ഇതിനെ എതിർത്തു. പക്ഷേ മസ്കിനെ നിലനിർത്തേണ്ടത് ഈ കമ്പനിയുടെ ആവശ്യമാണ്. ഇനി എന്തിനാണ് ഇത്രയും വലിയൊരു തുക മസ്കിന് നൽകുന്നത് അതും മനസ്സിലാക്കേണ്ടതുണ്ട്. മസ്കിന്റെ കീഴിലുള്ള മറ്റ് കമ്പനികൾക്കൊക്കെ ആയിട്ട് അധികം സമയം ചെലവിടുന്നുണ്ട്. അപ്പോൾ അതിന് പുറമെ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുമൊക്കെ മസ്കിന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ മസ്കിന്റെ ശ്രദ്ധ മുഴുവൻ അതിലേക്ക് മാത്രം പോകും. അപ്പോൾ തങ്ങളുടെ കമ്പനിയിലേക്ക് അത്ര ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് വരും. ഈ പ്രോജക്റ്റ് എല്ലാം നടപ്പാക്കണം. ഇതെല്ലാം നൂതന ആശയങ്ങളാണ്, ഇതെല്ലാം നടപ്പാക്കുകയും വേണം.
അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം പറഞ്ഞ വില, അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ വില നൽകുകയല്ലാതെ മറ്റൊരു വഴിയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം മസ്കിന്റെ മൊത്തം ശ്രദ്ധയും ഇതിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കമ്പനിയുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകും. അതുകൊണ്ട് അംഗീകരിച്ചത് $878 ബില്യൺ പാക്കേജാണ്. $1 ട്രില്യൺ എന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും പാക്കേജിന്റെ മൂല്യമായി പൊതുവെ പറയുന്നത് $878 ബില്യൺ ആണ്. മസ്കിന് അംഗീകരിച്ചതും $878 ബില്യൺ പാക്കേജാണ്. ഇത് പോളണ്ടിന്റെ GDPയേക്കാൾ ഒരല്പം വ്യത്യാസമുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 36 ദശലക്ഷം പൗരന്മാരുണ്ട് പോളണ്ടിൽ. ഈ പോളണ്ടിന് $915 ബില്യൺ ആണ് എക്കണോമിക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ബംഗ്ലാദേശിന്റെ GDPയുടെ ഇരട്ടിയാണ് മസ്കിന് ലഭിക്കുന്ന ഈ തുക. അപ്പൊ ലോക രാജ്യങ്ങളിൽ ആകെ 20 എണ്ണത്തിന് മാത്രമേ മസ്കിന്റെ പേ പാക്കേജിനേക്കാൾ GDPയും ഉള്ളൂ. ഇനി നമുക്ക് മസ്ക് എന്തെല്ലാം അത്ഭുതങ്ങൾ ഇവിടെ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മസ്കിന്റെ പണം ഒരു പാത്രത്തിൽ വെച്ച് നൽകുകയൊന്നും അല്ല ചെയ്യുന്നത്. കമ്പനിയുടെ പകരം അദ്ദേഹത്തിന് അത്യധ്യയനം ചെയ്യാനുള്ള ഒരു വേദി ഒരുക്കുക കൂടിയാണ് ഈ കമ്പനി ചെയ്തു വെച്ചിട്ടുള്ളത്. അതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടെസ്ലയുടെ വിപണി മൂല്യം $650 ബില്യൺ എന്ന നിലയിൽ നിന്ന് എന്തു ചെയ്യണം? $6.5 ട്രില്യൺ ആയിട്ട് ഉയർത്തണം. അതായത് തുടർന്നുള്ള വളർച്ച ലക്ഷ്യം എന്ന് പറയുന്നത് $8.5 ട്രില്യൺ ആയിട്ട് ഉയർത്താനുള്ള ഒരു വമ്പൻ ടാസ്ക് മസ്കിന് മുമ്പിലുണ്ട്. മറ്റൊന്ന് 10 ലക്ഷം റോബോട്ട് ടാക്സികൾ അടങ്ങുന്ന വാഹനാവലി പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വലിയൊരു നിര തന്നെ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. 12 ദശലക്ഷം കാറുകൾ വിൽക്കേണ്ടതുണ്ട്. 1 കോടി FSD അതായത് ഫുൾ സെൽഫ് ഡ്രൈവിംഗ് സബ്സ്ക്രിപ്ഷനുകൾ നേടുകയും ചെയ്യണം. 10 ലക്ഷം ഹ്യൂമനോയിഡ് റോബോട്ട്സ് വിൽക്കുകയും ചെയ്യണം. അപ്പോൾ ഈ ടാസ്കുകൾ തന്നെ നമ്മളുടെ കണ്ണ് തള്ളിക്കുന്ന ടാസ്കുകളാണ്. പക്ഷെ അത് സസന്തോഷം ഏറ്റെടുത്തിരിക്കുകയാണ് ടെസ്ല മേധാവിയായിട്ടുള്ള ഇലോൺ മസ്ക്. മസ്കിനെ സംബന്ധിച്ച് പുതുപുത്തൻ ആശയങ്ങളൊക്കെ തലയിലൂടെ തത്തിക്കളിക്കുന്ന ഒരു ബുദ്ധി രാക്ഷസനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ മസ്കിന് ഇതെല്ലാം എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു പാറ്റേൺ തന്നെ ഉണ്ടാവും. ഇതെല്ലാത്തിന് ശേഷമായിരിക്കും ഈ പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കമ്പനി അതിലെല്ലാം ഫുള്ളി താല്പര്യപ്പെട്ടുകൊണ്ട് ഈ ഒരു പാക്കേജ് പറഞ്ഞ പാക്കേജ് അദ്ദേഹത്തിന് നൽകാൻ വില്ലിങ് ആയിട്ടുള്ളതും. എന്തായാലും അടുത്ത 10 വർഷത്തിനുള്ളിൽ ടെസ്ല നിലംപൊത്തും എന്ന് പ്രവചിക്കുന്നവരുമൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് മസ്ക് പോവുകയാണ്. മസ്കിന്റെ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ലോകരാഷ്ട്രങ്ങളിൽ ആകെ 20 എണ്ണത്തിന് മാത്രമാണ് മസ്കിന്റെ പേ പാക്കേജിനേക്കാൾ GDP ഉള്ളൂ എന്നുള്ളത്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും. ബെൽജിയത്തിന് 664.6 ബില്യൺ ആണ്. അർജന്റീനയ്ക്ക് 633.3 ബില്യണും സ്വീഡന് 610.1 ബില്യണും അയർലൻഡിന് 577.4 ബില്യണും സിംഗപ്പൂരിന് 547.4 ബില്യണുമാണ് ഉള്ളത്. അപ്പൊ ഇവയുടെയൊക്കെ GDPയേക്കാൾ കൂടുതലാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. അപ്പൊ അത് നിസ്സാരമല്ല. പക്ഷേ മസ്കിന്റെ മുമ്പിലുള്ള ടാസ്കും നിസ്സാരമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.